ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഗർഭിണികളെ പരിശോധിക്കുന്ന ഒരു കാഴ്ച കണ്ടു കേട്ടോ. കിടക്കൂ. റിസൾട്ടുകൾ കിട്ടിയോ? രക്തമൊക്കെ ടെസ്റ്റ് ചെയ്തില്ലേ? സ്കാനിങ്ങൊക്കെ ചെയ്തല്ലേ? എത്ര മാസമായി ഇപ്പോൾ? 3 മാസത്തെ സ്കാനിങ്ങൊക്കെ ചെയ്തോ? വീഡിയോ കടിച്ചല്ലേ? ഓക്കെ, അടുത്താൾ വരും. കിടക്കും. റിപ്പോർട്ടുകളൊക്കെ കിട്ടിയില്ലേ? റിസൾട്ടുകളൊക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്താൾ വരും. കിടക്കൂ. ടെസ്റ്റൊക്കെ ടെസ്റ്റ് ചെയ്തില്ലേ? റിസൾട്ടുകളൊക്കെ കിട്ടിയില്ലേ? ഇപ്പം എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ. കിടക്കും. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഗർഭിണികൾ പരിശോധിക്കുന്നത് രണ്ടാമത്. ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആയിരിക്കും. ഇപ്പോൾ എത്ര മാസമായി? 3 മാസം. ടി ടി ഒക്കെ അടിച്ചില്ലേ? ടെസ്റ്റൊക്കെ ചെയ്തില്ലേ? അതിൻ്റെ റിപ്പോർട്ട് 4 മാസം റിപ്പോർട്ടുകളൊക്കെ കിട്ടിയില്ലേ? റിസൾട്ടുകളൊക്കെ സ്കാനിങ് ചെയ്തു. അതിലൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കൊന്ന് കൂടി സ്കാൻ ചെയ്ത് നോക്കുക. ഓക്കെ, വരൂ. കിടക്കൂ. വെള്ളമൊക്കെ എല്ലാം കുടിക്കണം കേട്ടോ. കുഞ്ഞിന് മെടുപ്പൊക്കെ ഉണ്ട്, പേടിക്കാനൊന്നുമില്ല കേട്ടോ. നല്ല ശ്രദ്ധിക്കുക. കൂടെ ഉള്ളവർ വരൂ. കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിന് മെടുപ്പൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ നല്ലോണം കുടിക്കുക. ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കുക. ഇടയ്ക്കിടയ്ക്ക് കഴിച്ചാൽ മതി. കൂടുതൽ കഴിക്കേണ്ട. ഛർദിയൊക്കെ ഉണ്ടെങ്കിൽ കൂടാതെ കഴിയുന്ന ഛർദിക്ക് ഒരു പൊട്ട് ഗുളികയൊക്കെ കുടിക്കുക കേട്ടോ. പിന്നെ ഫ്രൂട്ട്സൊക്കെ നല്ലോണം കഴിക്കുക. കുഞ്ഞിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിന് മെടുപ്പൊക്കെ ഉണ്ട്, തൂക്കമുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫ്രൂട്ട്സൊക്കെ നല്ലതായിട്ട് കഴിക്കുക. അപ്പോൾ അടുത്ത മാസം വരെ ഇനി എഴുതി ഗുളികയൊക്കെ നിർത്താതെ കുടിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഗിമ്പളവും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയും അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. അവർക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ഇവർക്കും പൈസ കിട്ടുന്നുണ്ട്. പൈസ കിട്ടാതെ വെറുതെ ഒന്നും ആരും ജോലി ചെയ്യില്ല. അതൊക്കെ മാറ്റേണ്ട കാലം എത്രയോ അതിക്രമിച്ച് കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബൈ.